ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോൺ എടുക്കേണ്ടതായ സാഹചര്യം വരാത്തവർ വളരെ കുറവാണ്. നമ്മളിൽ പലരും നമ്മുടെ കഷ്ടകാലം നികത്തുന്നത് ലോൺ എടുത്തുകൊണ്ട് തന്നെയാണ്. കൂടുതലായും നമ്മൾ ലോണിനായി ആശ്രയിക്കുന്നത് ബാങ്കുകളെയാണ്. ബാങ്കുകളിൽ നമ്മൾ ഒരു ലോണിനായി ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുതിയൊരു പേഴ്സണൽ ലോൺ സ്കീം വന്നിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് എളുപ്പത്തിൽ ലോൺ നേടിയെടുക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് മുഖേന ഈ ലോൺ നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഇതിലേക്ക് മുന്നോട്ട് വരാം. ഇതിനായി ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ടാണ് നമ്മൾ ലോണിന് വേണ്ടിയുള്ള അപേക്ഷ നൽകേണ്ടത്. അതിനായി നമ്മൾ ഗൂഗിളിൽ കയറി ഇന്ത്യ പോസ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റ് വിസിബിൾ ആവും. ഈ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുന്നത്. ഈ സൈറ്റിൽ പേഴ്സണൽ ലോൺ മാത്രമല്ല, ഒരുപാട് ലോണുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതിൽ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് അതിലുള്ള മറ്റു ലോണുകൾക്ക് വേണ്ടിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഗോൾഡ് ലോണ്, ഹോം ലോണ്, അങ്ങനെയുള്ള ബിസിനസ് ലോൺ, അങ്ങനെ എല്ലാ ലോണുകളും അവിടെ അവൈലബിൾ ആണ്. അതിനർത്ഥം നമ്മുടെ പോസ്റ്റ് ഓഫീസ് പൂർണ്ണമായ ഒരു ബാങ്കായി മാറുകയാണ് എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ലോൺ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് ലോണിനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ പോസ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഇതിൽ പാർട്ട്ണറായി നിൽക്കുന്ന ബാങ്കുകൾ ഏതെല്ലാമാണെന്ന്. ആക്സിസ് ബാങ്ക്, FIBE ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക്. ഈ 3 ബാങ്കുമാണ് ഇതിൽ പാർട്ട്നേഴ്സായി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവർ എത്ര ശതമാനം പലിശയാണ് ഈടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാം. ആക്സിസ് ബാങ്ക് ഈടാക്കുന്നത് 10.5% മുതൽ 25% പലിശ വരെയാണ് ഈടാക്കുന്നത്. അത് ഒരു വാർഷിക പലിശയാണ്. നമുക്ക് ഈ ലോൺ ഓൾ ഓവർ ഇന്ത്യ ലഭിക്കുന്നതാണ്. അത് അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. FIBE ബാങ്ക് 1.5% പലിശ മുതൽ 2.5% പലിശ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. അത് പെർ മന്ത് ആണ്. അതുകൊണ്ടാണ് അവിടെ PM എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് വാർഷികത്തിലേക്കാക്കുമ്പോൾ അത് മാറി മറിയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒരു ലോൺ എടുക്കുക. ലോൺ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു ബാധ്യതയായി മാറുന്നതാണ്. അത് കഴിഞ്ഞുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലെ തന്നെ 10.5% മുതൽ 25% വരെയാണ് പലിശ ഈടാക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന ലോണിന്റെയും നമ്മൾ നൽകുന്ന മാനദണ്ഡങ്ങളുടെയും അതുപോലെ എടുക്കുന്ന കാലാവധിയുടെയും ബേസ് ചെയ്തിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ HDFC ബാങ്ക് ഓൾ ഇന്ത്യ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. FIBE ബാങ്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ അത് തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന PDF ഡൗൺലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ലഭിക്കുക എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് തൊട്ട് താഴെയായി അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. നമ്മൾ ആ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നെക്സ്റ്റ് പേജിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ആണ് അവിടെ വിസിബിൾ ആവുക. ആ ഓപ്ഷൻസിൽ നിങ്ങൾ ഏത് തരം ലോണാണ് എടുക്കുന്നത് എന്ന് ചോദിക്കും. ആ ഓപ്ഷനിൽ നിന്ന് പേഴ്സണൽ ലോൺ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഗോൾഡ് ലോൺ ആണെങ്കിൽ ഗോൾഡ് ലോൺ എന്നും ഹോം ലോൺ ആണെങ്കിൽ ഹോം ലോൺ എന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും അതുപോലെ OTPയും എൻ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. OTPയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസേർട്ട് ഒരു പേജിലേക്ക് മൂവ് ആവും. ഈ പേജിൽ നിങ്ങൾ ലോൺ എടുക്കണമെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ആണ്. പോസ്റ്റ് ഓഫീസിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ലോണിനായി അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഈ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് എന്നിവയും ഇതിൻ്റെ കൂടെ ആവശ്യമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ ഇൻകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര രൂപ ലോൺ നൽകാൻ കഴിയുമെന്നും അതുപോലെ തന്നെ എത്ര ലോൺ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും എന്നും നോക്കി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ ലോങ് ടൈം ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലോൺ എളുപ്പം കിട്ടുന്നതിന് ഉപകാരപ്രദമാവും. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥിര വരുമാനമുള്ള ഒരാൾക്ക് മാത്രമേ പേഴ്സണൽ ലോൺ ലഭിക്കുകയുള്ളൂ. കാരണം ലോൺ എടുത്താൽ മാത്രം പോരാ, തിരിച്ചടയ്ക്കാനുള്ള
വഴി കൂടി നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഈ ഇൻകം സർട്ടിഫിക്കറ്റ് പോലുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഡീറ്റെയിലിങ്സും ഈ പറയുന്ന ഡാറ്റകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിന്റെ പേഴ്സണൽ ലോൺ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് ലോൺ അപേക്ഷിക്കാവുന്നതാണ്. വ്യക്തമായ വേരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ലോൺ പാസ്സാവും. നിങ്ങൾ യഥാസമയം തിരിച്ചടച്ചാൽ മതിയാകും. ഒരു ലോണിനായി തിരഞ്ഞു നടക്കുന്നവർക്ക് എളുപ്പം ലഭിക്കാവുന്ന ഒരു ലോണാണ്. ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ പലിശ വിവരങ്ങൾ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലിശ എപ്പോഴും നമുക്ക് നാളത്തേക്ക് ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.